തിരുവനന്തപുരം കടിയാപുരത്ത് ആളില്ലാതിരുന്ന വീട്ടിൽ നിന്ന് 12 പവൻ സ്വർണം കവർന്നു. നമ്പ്യാർകുളത്ത് മുഹമ്മദ് താഹിറിന്റെ വീട്ടിലാണ് കവർച്ചയുണ്ടായത്. റിനു ശ്രീധർ ചേരുകയാണ് വിവരങ്ങൾ നൽകാനായി. റിനു, ഈ മോഷ്ടാവിനെ കുറിച്ച് എന്തെങ്കിലും സൂചനയൊക്കെ ലഭിച്ചിട്ടുണ്ടോ? അഷിത, അമൃത, ഇന്നലെ രാത്രിയാണ് ഈ നമ്പ്യാർകുളം മുഹമ്മദ് താഹിറിന്റെ വീട്ടിൽ മോഷണം നടന്നത്. ഏകദേശം 12 പവനോളം സ്വർണവും 3000 രൂപയും നഷ്ടമായതായിട്ടാണ് കുടുംബം മംഗലപുരം പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇന്നലെ രാത്രി ഇവർ ആലുവയിൽ പോയി മടങ്ങി തിരികെ വീട്ടിലെത്തുമ്പോഴാണ് പുറകിലത്തെ വാതിൽ കുത്തി തുറന്ന മോഷ്ടാക്കൾ അകത്ത് കിടന്ന് കവർച്ച നടത്തിയതായി മനസ്സിലാക്കുന്നത്. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. പക്ഷെ നിലവിൽ ആരാണ് മോഷണത്തിന് പിന്നിൽ എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പ്രദേശത്തെ CCTV-കൾ പരിശോധിക്കുകയാണ്. CCTV പരിശോധിച്ച് അതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ മോഷ്ടിച്ചെടുത്തൊരു വാച്ച് തൊട്ടടുത്ത് നിർമ്മാണം നടക്കുന്ന ഒരു വീടിനുള്ളിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഒപ്പം ഈ സ്വർണ്ണാഭരണങ്ങൾക്ക് ഒപ്പം കുറച്ച് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതൊന്നും തന്നെ മോഷ്ടാവ് കൊണ്ടുപോയില്ല. ആ സ്ഥലത്ത് തന്നെ വെച്ചിട്ട് സ്വർണ്ണാഭരണങ്ങൾ മാത്രം കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും പോലീസിന് ചില തുമ്പ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കള്ളനെ പിടികൂടാനാകുമെന്നുള്ളതാണ് മംഗലപുരം പോലീസ് അറിയിക്കുന്നത്. ശരി, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.